ആദ്യം നമ്മൾ പോകുന്നത് പ്രശാന്ത് ശിവനിലേക്കാണ്. പ്രശാന്ത്, ഈ നോട്ടുകെട്ടുകൾ കൊണ്ട് വോട്ട് വാങ്ങാമെന്നൊരു വിചാരം ഉണ്ടായിപ്പോയോ? മധു, കേൾക്കാമോ? കേൾക്കാം കേൾക്കാം. ഇതിനകത്ത് തുടക്കത്തിൽ തന്നെ ഞാൻ ഒരു ക്ഷമാപണത്തോട് തന്നെ ഒരു കാര്യം പറയാം. ആകെ ഒരു 10-15 നിമിഷം 10 നിമിഷമാണ് എന്നോട് ഈ ചർച്ചയിൽ ഉണ്ടാവണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുള്ളത്. അത് ഈ തെരഞ്ഞെടുപ്പ് തിരക്കിനിടയിൽ 10 മിനിറ്റ് സമയം മാത്രമാണ് എനിക്ക് ഈ ചർച്ചയിൽ തുടരാനായിട്ട് സാധിക്കുക. അത് ഓൾറെഡി അറിയിച്ചതിന് ശേഷമാണ് ഞാൻ ഈ ചർച്ചയിൽ വന്നിട്ടുള്ളത്. ഇനി നേരെ വിഷയത്തിലേക്ക് വരാം. ഇതിനകത്ത് ഇന്ന് കാലത്ത് കണ്ണാടിയിലുണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട് ഇതിനകത്ത് ഞാൻ പറയുന്ന ഹലോ, എനിക്ക് വളരെ ക്ലിയർ ആണെന്ന് പറഞ്ഞോളൂ. ഇതിനകത്ത് കണ്ണാടിയിലേക്ക് ഇന്ന് ശോഭാ സുരേന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള BJPയുടെ കുറച്ച് പ്രവർത്തകരും നിശബ്ദ പ്രചരണത്തിൻ്റെ ഭാഗമായി ചില വോട്ടർമാരെ കാണുന്നതിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് ഈ ദൃശ്യങ്ങൾ വന്ന സമയം മുതൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാർ, സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്ന 2 വേർഷനുണ്ട്. ഒന്ന്, ആ അമ്മ തന്നെ പറയുന്നുണ്ട്, എനിക്ക് മരുന്നിന് പൈസ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു, എൻ്റെ കയ്യിൽ പൈസ കിട്ടിയിട്ടില്ല എന്ന് മാധ്യമങ്ങൾ ആവർത്തിച്ച് ചോദിച്ച സമയത്ത് ആ അമ്മ പറയുന്നുണ്ട്. ഒന്ന്. 2, ഇതിനകത്ത് BJPയുടെയോ BJPയുടെ പ്രതിനിധികളോ പൈസയായിട്ടോ ഉപഹാരങ്ങളായിട്ടോ അവിടെ നിന്ന് ആ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ടില്ല. 2, ഈ ബാഗിൽ നിന്ന് എടുത്ത് കൊടുത്തു എന്നാണ് പറയുന്നത്. ഇത് കൊടുക്കുന്ന സമയത്ത് കോൺഗ്രസിൻ്റെ തന്നെ നേതാവ് വിനീഷ് ആ അമ്മയുടെ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെ കോൺഗ്രസിൻ്റെ ഒരു നേതാവിൻ്റെ മുൻപിൽ ഈ പൈസ എടുത്ത് കൊടുക്കാത്തക്ക വിഡ്ഢികളായിട്ടുള്ള ആളുകളല്ല BJPയുടെ ആളുകൾ. 3, ഇതിനകത്ത് ഈ ചാനലുകളിൽ ഇത്തരത്തിലുള്ള ഒരു ദൃശ്യം വരുന്ന സമയത്ത് ആ അമ്മയുടെ പ്രതികരണം ചോദിച്ചതിന് ശേഷം നിങ്ങൾ ഈ ദൃശ്യം പ്രചരിപ്പിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തത വന്നിട്ടുണ്ടാവും. BJPക്ക് പറയാനായിട്ട് ഈ വിഷയത്തിലുള്ളത്, BJPയുടെ സ്ഥാനാർത്ഥിയോ പ്രവർത്തകന്മാരോ പൈസ കൊടുത്തുകൊണ്ട് ഒരു വോട്ടർമാരെയും സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഇവിടെ ഞങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. ആ ആത്മവിശ്വാസത്തോടെ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഓക്കെ, പ്രശാന്ത് ശിവൻ, നോക്കൂ, ഈ കാര്യം ഈ തരത്തിലേ വിശദീകരിക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ നിങ്ങളുടെ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതിൽ എത്രത്തോളം കടകവിരുദ്ധതകളുണ്ട്? ഒന്നാമത്തെ കാര്യം പറഞ്ഞു, അങ്ങനെ ഒരു സ്ത്രീ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നില്ല. രണ്ടാമത് പറഞ്ഞു, അതൊരു നിഴലാണെന്ന്. മുല്ലപ്പൂ വെച്ച നിഴലോ? അതൊരു അത്ഭുതകരമായ പ്രതിഭാസമാണ്. മൂന്നാമത്തേത്, ആ സ്ത്രീ വാഹനത്തിലിരിക്കുന്നതിന്റെ ഫോട്ടോകളടക്കം പുറത്തു വന്നു. ഞാൻ പറയട്ടെ? പറയൂ. എൻ്റെ ഒപ്പം അങ്ങനെ ഒരു സ്ത്രീ ഇല്ല എന്നല്ല അവർ പറഞ്ഞു. കാരണം ആ പത്രസമ്മേളനത്തിൽ ഞാൻ കൂടെ ഉണ്ടായിരുന്നു. നിങ്ങൾ ഇതിനകത്ത് ആദ്യം കണ്ട വിഷ്വലിൽ കാണിച്ച സമയത്ത് അതിനകത്ത് ചോദിച്ചത്, നിങ്ങളോടൊപ്പം ആ സ്ത്രീ യാത്ര ചെയ്യുന്നില്ല എന്ന് ചോദിച്ച സമയത്ത് ഏത് സ്ത്രീയാണ്? അത് എൻ്റെ നിഴലാണെന്നാണ് പറഞ്ഞത്. അല്ലാതെ അങ്ങനെ ഒരു സ്ത്രീ ഇല്ല എന്നല്ല പറഞ്ഞത്. അവിടെ ഒരു സ്ത്രീ ഇവരെ കാണാനായി പോയതിൻ്റെ ദൃശ്യങ്ങൾ ചാനലുകളിൽ ഉൾപ്പെടെ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വരുന്ന സമയത്ത് ഇവർ നോട്ട് കെട്ട് കൈമാറുന്നതിൻ്റെ ദൃശ്യം എവിടെയാണുള്ളത്? ആദ്യം ഒരു ദൃശ്യം ആ അമ്മയുടെ കയ്യിൽ പിടിക്കുന്ന ദൃശ്യം കാണുന്നുണ്ട്. പിന്നെ അതിനുശേഷം വരുന്നത്, ഒരു മിനിറ്റ് ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. കൈ തുറന്ന് കാണിക്കുന്നുണ്ട്. നോക്കൂ, പെൻഷൻ കിട്ടിയ പൈസയാണ് എന്ന് പറയുന്നത്, ഒരു വയോധികയെ അവിശ്വാസത്തിൽ എടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ഞാൻ അവരെ ഈ ചിത്രത്തിലെ വെക്കുന്നില്ല. പെൻഷൻ കിട്ടിയ പൈസ 4 മടക്കി കൈ വെച്ചുകൊണ്ട് സാമാന്യ ബുദ്ധിയാണ്. പ്രശാന്ത്, ഒരൊറ്റ നിമിഷം ഞാനൊന്ന് ചോദിച്ചു തീർക്കട്ടെ. അതൊന്നാമത്തേത്. ഇത് ഈ പെൻഷൻ കിട്ടിയ 4000 രൂപ കയ്യിൽ മടക്കി വെച്ചുകൊണ്ടല്ല ആരും വീട്. ഒരൊറ്റ നിമിഷം. അല്ല, അവർ ഈ വാഹനത്തിന് പുറകിലിരിക്കുന്ന സ്ത്രീയുടെ വല്യമ്മയാണെന്ന് പറയുന്നു. ഈ സിമി എന്ന് പറയുന്ന സ്ത്രീയുടെ വല്യമ്മയാണോ വീട്ടിലിരിക്കുന്നത്? നിങ്ങൾ അത് തെളിയിക്കാനെങ്കിലും കഴിയും. അത് പറഞ്ഞത് ശോഭാ സുരേന്ദ്രനല്ലേ? ഇതിനകത്ത് 2 കാര്യം ഞാൻ പറയാം. സിമിയുടെ വല്യമ്മയാണ് അവിടെ ഇരിക്കുന്നത് എന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിട്ടില്ല. സിമിയുടെ ബന്ധുവാണ് അവിടെ ഇരിക്കുന്നതെന്ന് ഒന്നും പറഞ്ഞിട്ടില്ല. 1. 2, ഇതിനകത്ത് പെൻഷൻ കിട്ടിയ പൈസയാണെന്ന് ആ അമ്മൂമ്മ പറഞ്ഞ സമയത്ത് അത് മടിക്കുത്തിൽ വെച്ചുകൊണ്ട് വെയിൽ കായാൻ ഇരിക്കുമോ എന്ന് ചോദിച്ച സമയത്ത് അങ്ങനെ ആ പൈസ അവർ മടിക്കുത്തിൽ വെച്ചുകൂടായിക എന്നുണ്ടോ? അവിടെ ആ പൈസ കയ്യിൽ ചുരുട്ടിപ്പിടിച്ച പൈസ, ഇവർ കയ്യിൽ ചുരുട്ടിപ്പിടിച്ച പൈസ കയ്യിൽ കൊടുക്കുന്ന ദൃശ്യം എന്തുകൊണ്ടാണ് ഇത്രയും വീഡിയോ എടുത്ത ആളുകൾക്ക്? ഈ വിനീഷ് ഉൾപ്പെടെ അവിടെ നിൽക്കുന്നുണ്ടല്ലോ. ഈ വിനീഷ് ഈ രണ്ടാമത് കാട്ടുന്ന ദൃശ്യത്തിൽ കോൺഗ്രസിന്റെ നേതാവ് വിനീഷ് ഉൾപ്പെടെ കയ്യിൽ പൈസ വെച്ച ദൃശ്യമാണ് കാണിക്കുന്നത്. ഇത് രണ്ടും മനസ്സിലാക്കുന്നുണ്ട്, 2 ഷോട്ട്സ് ആണെന്ന്. ആദ്യം ഇവർ പൈസ കൊടുക്കാനായിട്ട് പോകുന്നു എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഷോട്ട്സ്. ഒരു മിനിറ്റ് ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ.
അല്ല, ഞാൻ ഇതിനകത്ത് നിങ്ങൾ പറഞ്ഞതിൽ ഞാൻ പറയുന്നതൊന്ന് പൂർണ്ണമായി കേട്ട ശേഷം മാധു പറഞ്ഞോളൂ. ആദ്യം ഞാൻ ചോദിച്ച ഒരൊറ്റ ചോദ്യമാണ്. ആദ്യം ഇതിനകത്ത് പോകുന്ന സമയത്ത് ആ സ്ത്രീയുടെ കയ്യിലേക്ക് ചുരുട്ടിക്കെട്ടിയ നോട്ട് കെട്ട് കൊടുക്കുന്നതിൻ്റെ ദൃശ്യം വിഷ്വലി കാണിക്കുവാനായിട്ട് ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടോ? കോൺഗ്രസ് പാർട്ടിക്കോ കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്കോ ചാനലുകൾക്കോ അത് കാണിക്കുവാൻ സാധിച്ചിട്ടുണ്ടോ? ഇത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ദൃശ്യം വരുന്നത് കയ്യിൽ ചുരുട്ടിക്കെട്ടിയ നോട്ടുകെട്ടുകളുമായിട്ട് ആ അമ്മൂമ്മ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെയുള്ള ഈ അമ്മൂമ്മയുടെ മടിക്കുത്തിൽ ഉണ്ടായിരുന്ന പൈസയാണ് അത് എന്ന് ആ അമ്മൂമ്മ തന്നെ പറഞ്ഞ സമയത്ത്, അവരുടെ ബന്ധുക്കാർ തന്നെ പറഞ്ഞ സമയത്ത്, അല്ല സിമിയാണ് ആ പൈസ കൊടുത്തത് എന്ന് സ്ഥാപിക്കേണ്ടത് കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തമാണോ അതോ ചാനലുകളുടെ ഡ്യൂട്ടിയാണോ? അവിടെ ആ അമ്മ പറയുന്നു എനിക്കിങ്ങനെ ഒരു പൈസ കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന സമയത്ത്, അല്ല സിമി പോയി കൊടുത്ത പൈസയാണ് എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ, വാദത്തിന് വേണ്ടിയാണെങ്കിലും അത് അംഗീകരിക്കണമെങ്കിൽ ആ സിമി കയ്യിൽ പൈസ കൊടുക്കുന്നതിൻ്റെ ദൃശ്യം കാണിക്കേണ്ടതല്ലേ? ഞാൻ ഒരു മിനിമം ഡൗട്ടാണ് ചോദിക്കുന്നത്. അല്ല ശ്രീ പ്രശാന്ത് ശിവൻ, ക്യാമറ തുറന്ന് വെച്ചേക്കുന്നിടത്ത് ഈ പണം കൈമാറ്റം ചെയ്യില്ല, അതിനുള്ള വിഡ്ഢിത്തരം നോക്കൂ, ഡിബേറ്റബിൾ ആണെങ്കിൽ പോലും അതിനുള്ള വിഡ്ഢിത്തരം BJP-ക്കാർ കാണിക്കില്ല എന്ന് അങ്ങ് തന്നെയല്ലേ പറഞ്ഞത്? അവരവിടുന്ന് തിരിഞ്ഞു പോകുന്നതിന്റെ തൊട്ട് പിറ്റേ അടുത്ത സെക്കൻഡാണ് ഈ കയ്യിൽ ചുരുട്ടി പിടിച്ച പണം കാണിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങ് അത് ഒരൊറ്റ ദൃശ്യത്തിൽ വേണമെന്ന് വാശി പിടിക്കുന്നത് ടെസ്റ്റ് ചെയ്യലാണോ? ആയിക്കോട്ടെ, ഈ കയ്യിൽ ചുരുട്ടി പിടിച്ച പണം ഉണ്ടായിരുന്നു, കയ്യിൽ ചുരുട്ടി പിടിച്ച പണം കാണിക്കുന്നു എന്ന് പറഞ്ഞു. സിമി നായർ കൊടുക്കുന്ന പൈസ അല്ലെങ്കിൽ XOR ആരാണ് കൊടുക്കുന്നത് എന്ന് കാണിക്കാമല്ലോ. ഞാനൊരു കാര്യം സമ്മതിക്കുന്നത് 10-90 വയസ്സുള്ള ഒരു സ്ത്രീ അത് സമ്മതിച്ചു കൊടുക്കണമെന്ന് വാശി പിടിച്ച ഈ കാര്യങ്ങൾ തെളിയിക്കണമെന്ന് പറയുന്ന ബുദ്ധിമുട്ട്. ഒരൊറ്റ മിനിറ്റ് പ്രശാന്ത് ശിവൻ, ഞാൻ ആ പ്രതികരണം അങ്ങ് നേരത്തെ ചോദിച്ച പ്രതികരണം കാണിക്കാം. പ്രൊഡ്യൂസർ ഒന്ന് പ്ലേ ചെയ്യൂ. പൈസ കൊടുത്ത് ഞാൻ പൈസ കൊടുത്തിട്ട് മോശം കാൻഡിഡേറ്റിൽ പോയിട്ട് പൈസ കൊടുത്തിട്ട് മോശം പൈസ കൊടുത്ത് ഞാൻ പൈസ കൊടുത്തിട്ട് മോശം കാൻഡിഡേറ്റിൽ പോയിട്ട് പൈസ കൊടുത്തിട്ട് മോശം. ആ കുട്ടിയുടെ, അതായത് ആ വണ്ടിയിലിരുന്ന കുട്ടിയുടെ വല്യമ്മയാണ് എന്ന് അങ്ങ് നേരത്തെ പറഞ്ഞു, ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് കേൾക്കുന്ന ശബ്ദമാണ് നമ്മളിപ്പോൾ കേട്ടത്. ശോഭാ സുരേന്ദ്രന്റെ ദൃശ്യങ്ങളടക്കം എങ്ങനെയാണ് ഇനി നിഷേധിക്കാൻ കഴിയുക? വല്യമ്മ ബന്ധം ഇതിനകത്ത് ഞാൻ തുടക്കം മുതൽ പറഞ്ഞ രണ്ട് കാര്യമുണ്ട്. ഇതിനകത്ത് ആ കുട്ടി വല്യമ്മയുടെ കയ്യിൽ പൈസയോ പൈസയ്ക്ക് തുല്യമായ മറ്റെന്തെങ്കിലുമോ പൈസ കൊടുത്തത് എന്തിനാ എന്ന ചോദ്യത്തിനാണ് പ്രശാന്ത് ശിവൻ പറഞ്ഞത് ആ കുട്ടിയുടെ വല്യമ്മയാണ് എന്ന്. പൈസ കൊടുത്തത് എന്തിനാ എന്ന ചോദ്യത്തിനാണ് പറഞ്ഞത് വല്യമ്മയാണ് എന്ന്. നേരത്തെ പറഞ്ഞില്ല. പറയുന്നത് കേട്ടല്ലോ. പൈസ കൊടുത്തത് എവിടെ എന്തിനാണ് എന്ന ചോദ്യത്തിനാണ് പൈസ കൊടുത്തില്ലെന്ന് പറഞ്ഞല്ലോ. നിങ്ങളുടെ സ്ഥാനാർത്ഥി, ആ സ്ഥലത്തുണ്ടായിരുന്ന സ്ഥാനാർത്ഥി പൈസ കൊടുത്തില്ലെന്ന് പറയുന്നില്ല പ്രശാന്ത് ശിവൻ. ഇപ്പൊ അങ്ങേക്ക് ബ്രീഫ് ചെയ്ത് കിട്ടിയ വിവരമാണ്. അങ്ങ് പറയുന്നത് അങ്ങനെയാണ്. നിഷേധിച്ചില്ല പ്രശാന്ത് ശിവൻ, നിഷേധിച്ചില്ലെന്ന് മാത്രമല്ല പൈസ കൊടുത്തത് വല്യമ്മ ആയതുകൊണ്ടാണെന്ന് അവർ പറയുന്ന ശബ്ദമാണ് ഇപ്പോൾ പ്രശാന്ത് ശിവൻ കേട്ടത്. അങ്ങ് നിഷേധിച്ച കാര്യമാണത്. മുഴുവൻ മാധ്യമങ്ങളെയും കണ്ടുകൊണ്ട്, അല്ല ഞാൻ പറഞ്ഞ് പൂർത്തിയാക്കട്ടെ, നിങ്ങൾ കേട്ടോളൂ. ഇതിനകത്ത് മുഴുവൻ മാധ്യമങ്ങളെയും നിർത്തിക്കൊണ്ട് സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീമതി ശോഭാ സുരേന്ദ്രൻ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞു അവിടെ അങ്ങനെ ഒരു പൈസ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. ഈ അതൊക്കെ മനുഷ്യന്റെ സാമാന്യ ബുദ്ധിയെ ചോദ്യം ചെയ്യലല്ലേ? ഞാൻ വോട്ടിന് പൈസ കൊടുത്തു എന്ന് ശോഭാ സുരേന്ദ്രൻ പറയുന്ന കിനാശേരി എത്ര അത്ഭുതാവഹമായിരിക്കും. ഞാൻ വോട്ടിന് പൈസ കൊടുത്തു കേട്ടോ. പ്രിയ മാധ്യമങ്ങളെ, ഇതാ ഇങ്ങോട്ട് നോക്കൂ, നിങ്ങളുടെ ക്യാമറയ്ക്ക് വേണമെങ്കിൽ ഞാൻ ഇനിയും ഇത് തെളിയിച്ചു കൊടുക്കാം എന്ന് പറയുമോ? അതെന്തൊരു കിനാശേരിയായിരിക്കും? അല്ല ഇവിടെ വേണ്ട, ഇതിനു മുന്നേ നിങ്ങൾ ഈ റിപ്പോർട്ടർ ഉൾപ്പെടെ കാണിച്ച ദൃശ്യങ്ങളിൽ അവര് പൈസ കൈമാറുന്നതിന്റെ ദൃശ്യം എവിടെയാണ്? ആ അമ്മ പറയുന്നുണ്ടല്ലോ ഞാനതൊരു വാദത്തിനെടുക്കാം. കൈമാറുന്ന ദൃശ്യം എവിടെയാണ് എന്ന് ഞാനത് വാദത്തിനെടുക്കാം പ്രശാന്ത് ശിവൻ. പക്ഷെ അതേ സമയത്ത് എന്തിനാണ് പൈസ കൊടുത്തതെന്ന് ആളുകൾ ചോദിക്കുമ്പോൾ അത് ആ കുട്ടിയുടെ വല്യമ്മ ആയതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ടാണ്. ഞങ്ങൾ പൈസ കൊടുത്തില്ല എന്നല്ലേ പറയാ? വല്യമ്മയ്ക്ക് മുറുക്കാൻ മേടിക്കാൻ പൈസ കൊടുത്തു എന്നാണ് പറയാ? ഒരു മിനിറ്റ്, ഞാനൊന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് കേൾക്കൂ, അതിനുശേഷം നിങ്ങൾ ഇടപെട്ടോളൂ, ഞാൻ മറുപടി പറയാം. ഇതിനകത്ത് ശോഭാ സുരേന്ദ്രനോട് ചോദിക്കുന്ന ആരാണ്? അവിടെ കൂടിയ കോൺഗ്രസ്സുകാരാണ് ചോദിക്കുന്നത്. ഈ കോൺഗ്രസ്സുകാരോടുള്ള സംഭാഷണം ഏത് തരത്തിലായിരുന്നു എന്നുള്ളത് അതിന് മുന്നേയും അതിന് ശേഷവുമുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ അവർ കാണിച്ചു. ഇവിടെ നേരത്തെ നിങ്ങൾ പറഞ്ഞു വാദത്തിന് വേണ്ടി അംഗീകരിക്കാമെന്ന് പറഞ്ഞു. വാദത്തിന് വേണ്ടി എന്നല്ല, ഇവിടെ അതിനകത്ത് ഒരാളും ആ വല്യമ്മയുടെ കയ്യിൽ പൈസ കൊടുക്കുന്നതിൻ്റെ ദൃശ്യം ഇന്ന് ഏതാണ്ട് ഒരു 7-8 മണിക്കൂറായി
7-8 മണിക്കൂറായിട്ട് പൈസ കൊടുക്കുന്നതിന്റെ സിംഗിൾ വിഷ്വൽസ് കാണിക്കാനായിട്ട് ഒരു ചാനലുകാർക്കോ കോൺഗ്രസുകാർക്കോ ഒന്ന് പൂർത്തിയാക്കാൻ കേൾക്കൂ. ആർഗ്യുമെന്റേ അല്ല. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ അപ്പോൾ ആയതുകൊണ്ടാണെന്നാണ് അങ്ങ് പച്ചയ്ക്ക് നിഷേധിച്ചതല്ലേ ശോഭാ സുരേന്ദ്രൻ അത് പറഞ്ഞിട്ടില്ല എന്ന്. ഈ ചർച്ചയിൽ 10 മിനിറ്റുകൾക്ക് മുമ്പ് മാത്രം അങ്ങ് നിഷേധിച്ചതല്ലേ ശോഭാ സുരേന്ദ്രൻ? ഞാൻ പറയുന്നുണ്ടല്ലോ മാധുവിന് ഞാൻ പറയുന്നത് കേൾക്കാനുള്ള ഒരു ക്ഷമ കാണിക്കൂ. നിങ്ങൾ പറഞ്ഞതിന് മുഴുവൻ ഞാൻ ഉത്തരം പറയുന്നില്ലേ? 2 കാര്യം ഞാൻ പറഞ്ഞു. ഇവിടെ പൈസ കൊടുക്കുന്നതിൻ്റെ വിഷ്വൽ കാണിക്കുവാനായിട്ട് ചാനലുകാർക്കോ കോൺഗ്രസ്സുകാർക്കോ ഇതുവരെ സാധിച്ചിട്ടില്ല. 2, ആ വല്യമ്മ ഉൾപ്പെടെ പറയുന്നുണ്ട് എനിക്ക് പൈസ തന്നിട്ടില്ല. പക്ഷെ ഞാൻ ചോദിച്ചു, എനിക്ക് മരുന്നിന് പൈസ വേണമെന്ന് ചോദിച്ചു, ഞാൻ ആരുടെ നിന്ന് പൈസ വാങ്ങിയിട്ടില്ല എന്ന് ഇത് 2 പറയുന്നുണ്ട്. ഇത് 2 തെളിയാത്തിടത്തോളം കാലം BJP ഇതിനു വേണ്ടി വോട്ടിന് വേണ്ടി പൈസ കൊടുത്തു എന്നുള്ളത് എന്തിനാണ് ഇവിടെ സമ്മതിച്ചു തരുന്നത്? എന്തിനാണ് സമ്മതിച്ചത്? പിന്നെ കോൺഗ്രസുകാരായിട്ടുള്ള ആളുകൾ അവിടെ ശോഭാ സുരേന്ദ്രനോട് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ തെളിയിക്കൂ, ഇല്ലെങ്കിൽ മാധു തെളിയിക്കൂ. ഈ 2 കാര്യത്തിൽ ഏതെങ്കിലും മാധു തെളിയിക്കൂ. ശോഭാ സുരേന്ദ്രനോട് ആ ദൃശ്യങ്ങൾ ഞാൻ വേണമെങ്കിൽ ഇനിയും പ്ലേ ചെയ്ത് നിഷേധിച്ച ഒരു കാര്യം ശോഭാ സുരേന്ദ്രന്റെ ഭാഷയിൽ ശോഭാ സുരേന്ദ്രന്റെ ശബ്ദത്തിൽ ദൃശ്യത്തിൽ നമ്മൾ കേട്ടു. വല്യമ്മ ആയതുകൊണ്ടാണ് പൈസ കൊടുത്തത്. കൊടുക്കാത്ത പൈസ കൊടുത്തു എന്ന് എന്തിനാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥി പറഞ്ഞത്? കൊടുത്തു, അതൊരു ബന്ധുത്വം കൊണ്ടാണെന്ന് നിങ്ങളുടെ സ്ഥാനാർത്ഥി കൊടുക്കാത്ത പൈസയെ കുറിച്ച് എന്തിനു പറഞ്ഞു? നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് തെളിയിക്കാൻ ഇതിനകത്ത് പൈസ കൊടുക്കുന്ന ദൃശ്യം തെളിയിക്കണം. ഒരാൾ പൈസ കൊടുത്തു, പൈസ കൊടുത്തു, അതിന്റെ ദൃശ്യം എവിടെയാണ്? അതിന്റെ വിഷ്വൽ എവിടെ? ഇവർ കൊടുത്ത പൈസ കാണിച്ചു തരാൻ സാധിക്കണ്ടേ നിങ്ങൾക്ക്? ഇവർ കൊടുത്ത പൈസ തെളിയിച്ച് കാണിച്ചു തരാൻ സാധിക്കണ്ടേ? ഇവർ കൊടുത്ത പൈസ എവിടെ കാണിക്കാൻ സാധിക്കുന്നത്? ദൃശ്യത്തിനപ്പുറത്ത് എന്ത് തെളിവാണ് വേണ്ടത്? ഇവിടുന്ന് കോൺഗ്രസുകാർ പലതും ചോദിക്കുന്നുണ്ട് അവരോട്. ഇവിടെ നിന്ന് കോൺഗ്രസുകാർ ഈ സ്ഥാനാർത്ഥിയോട് കോൺഗ്രസുകാർ പലതും ചോദിക്കുന്നുണ്ട്. അല്ല, ആ അമ്മയ്ക്ക് പൈസ കൊടുത്തു എന്ന് നിങ്ങളുടെ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. വല്യമ്മ ബന്ധം കൊണ്ടാണെന്ന് പറഞ്ഞു. അതിനപ്പുറത്ത് എന്ത് തെളിവാണ് നിങ്ങൾ നോക്കുന്നത്? അല്ലെ ഇനി ആ ചെറിയ വീടിന് മുന്നിൽ CCTV വെച്ച് അതിന്റെ ദൃശ്യം എടുക്കണമോ? ശരി, അങ്ങ് 10 മിനിറ്റാണ് ഞങ്ങൾക്ക് ഇതെല്ലാം ചോദിച്ചു. അവസാനം ഞാൻ ഒരുമിച്ച് പറയാം. മാധു എല്ലാം ചോദിക്കൂ. അല്ല, മാധു എല്ലാം ചോദിക്കും. നിങ്ങളുടെ സ്ഥാനാർത്ഥി ചോദിക്കൂ. ആ വീട്ടിന് മുന്നിൽ CCTV വെക്കണം ചോദിച്ചു. ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ ചോദിച്ചു കഴിഞ്ഞു. ഞാൻ ഇനി ഉത്തരം പറഞ്ഞത് കേൾക്കാനുള്ള ക്ഷമയുണ്ടല്ലോ. ഉത്തരം കേൾക്കാനുള്ള ക്ഷമ. നിങ്ങൾ ആ വീട്ടിന് മുന്നിൽ സ്ഥലം ചോദിച്ചു. ആ വീട്ടിന് മുന്നിൽ കൂടി നിന്ന ആളുകൾ ഉൾപ്പെടെ ചിത്രീകരിച്ചിട്ടും കോൺഗ്രസിന്റെ ഇത്രയും ആളുകൾ ചിത്രീകരിച്ചിട്ടും പൈസ കൊടുക്കുന്ന വിഷ്വല് നിങ്ങൾക്ക് കിട്ടിയോ? ഇല്ലല്ലോ. ഇവിടെ നിന്ന് രാവിലെ മുതൽ പറയുന്നുണ്ട് BJP വോട്ടിന് പൈസ കൊടുത്തു എന്ന്. ആ പൈസ കൊടുക്കുന്നതിന്റെ സിംഗിൾ വിഷ്വല് നിങ്ങൾ ആരെങ്കിലും പുറത്തുവിടാൻ തയ്യാറുണ്ടോ? വോട്ടിന് പൈസ കൊടുത്തതിന്റെ വിഷ്വൽ പുറത്തുവിടൂ. സ്ഥാനാർത്ഥിയോടൊപ്പമുള്ളവരോ വോട്ടിന് പൈസ കൊടുത്തതിന്റെ ദൃശ്യം ഇവിടെ കോൺഗ്രസുകാർ പുറത്തുവിടട്ടെ, അല്ലെങ്കിൽ ചാനലുകാർ പുറത്തുവിടട്ടെ. പിന്നെ അവിടെ കൂടിയ കോൺഗ്രസുകാരെ സ്ഥാനാർത്ഥിയോട് തീരട്ടെ. ഇതിനകത്ത് സ്ഥാനാർത്ഥിയോട് അവിടെ കൂടിയ കോൺഗ്രസുകാരെ അവിടെ വട്ടം കൂടി അവരെ തെറിവിളിക്കുന്നു, പുലഭ്യം പറയുന്നു. അതിൻ്റെ ഇടയിൽ പറഞ്ഞൊരു സിംഗിൾ സ്റ്റേറ്റ്മെന്റിന് എടുത്തിട്ട് ഇതാണ് പൈസ കൊടുത്തതിനുള്ള തെളിവ് എന്ന് പറഞ്ഞാൽ ആ തെളിവായിട്ട് അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അവിടെ കൂടിയ കോൺഗ്രസുകാർ ഉൾപ്പെടെ അവിടെ ശോഭാ സുരേന്ദ്രനോടും കൂടെ ഉണ്ടായിരുന്ന ആളുകളോടും തർക്കിക്കുന്നു, കയർക്കുന്നു. തെറിയും പുലഭ്യവും പറഞ്ഞ ഒരൊറ്റ വാക്ക് കേൾപ്പിക്കാമോ? നിങ്ങൾ ഈ നട്ടുച്ച 12 മണിക്ക് ഒരു നട്ടപ്പാതിരയാണെന്ന് പറയല്ലേ? അവിടെയുള്ളൂ. നിങ്ങളുടെ കയ്യിൽ അല്ല, ഞാൻ പറയട്ടെ, ഇവിടെ നിങ്ങളുടെ കയ്യിൽ കോൺഗ്രസുകാർ തന്ന വിഷ്വലാണല്ലോ ഉള്ളത്. അതിനു മുമ്പ് അവരെന്താ വിഷ്വൽ എടുക്കാത്തത്? ഈ തർക്കം തുടങ്ങുന്നതിന് മുമ്പുള്ള വിഷ്വൽ ഉണ്ടല്ലോ. ഇന്നുച്ചയ്ക്ക് ഏത് പരിപാടിക്ക് അല്ല മാധു പറഞ്ഞല്ലോ, ഈ പരിപാടിക്ക് ഏത് പരിപാടി അധിക്ഷേപിക്കുന്നു. ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്തൂടെ? എനിക്കൊരൊറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ. നിങ്ങളുടെ സ്ഥാനാർത്ഥി അങ്ങനെയാണെങ്കിൽ എന്തിന് കള്ളം പറഞ്ഞു? പണം കൊടുത്തു പറഞ്ഞു. ഈ പരിപാടിക്ക് പോകുന്നെന്ന് പറഞ്ഞു. ഏത് പരിപാടിക്ക്? ഈ പരിപാടിക്ക് അതൊരു പരിപാടിയല്ലേ? അത് രാഷ്ട്രീയ പരിപാടിയല്ലേ? വോട്ടർമാരെ കാണാൻ പോകുന്ന രാഷ്ട്രീയ പരിപാടിയല്ലേ? നിശബ്ദ പ്രചരണത്തിന് പോകുന്ന ഒരു പരിപാടിയല്ല. ആളുകളെ കാണുന്നു, സംസാരിക്കുന്നു. ആ പരിപാടി റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ആ പരിപാടി റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. സ്വാഭാവികമായും ആരൊരാളാണെങ്കിലും എടുത്ത് വെച്ച് റെക്കോർഡ് ചെയ്യും. അധിക്ഷേപിക്കാനും ആക്ഷേപിക്കാനും തെറി പറയാനും അങ്ങയുടെ അവരുടെ കയ്യിൽ ഒരാള് എന്നെ തെറി വിളിക്കാൻ പോകുന്നുണ്ട് എന്ന് കണ്ടിട്ട്, അല്ല ഒരാൾ എന്നെ
ഒരു മിനിറ്റ് പറഞ്ഞു ഒരു സെക്കൻഡ് കൊണ്ട് ഒരാൾ തീർന്നൊന്നുമല്ലല്ലോ. വരുന്ന സമയത്ത് അല്ല, അങ്ങനെയാണെങ്കിൽ തെറി വിളിക്കാൻ ശോഭാ സുരേന്ദ്രൻ പോവാണെന്ന് പറഞ്ഞു, എന്റെ പറഞ്ഞുകൊണ്ട് കൈവശം ഒരു ദൃശ്യമുണ്ട്, അശ്ലീലാംഗ്യം കാണിക്കുന്നത്, അശ്ലീലാംഗ്യം കാണിക്കാൻ പോകുന്നു എന്ന് കരുതി റെക്കോർഡ് ചെയ്ത ദൃശ്യമാണോ അത് പുറത്തു വന്നിട്ടില്ലെന്നേ ഉള്ളൂ. ശോഭാ സുരേന്ദ്രൻ പറയുന്നത് ഞാൻ കേട്ടതാണ്, എന്റെ കയ്യിൽ ഒരു ദൃശ്യമുണ്ട്, എന്നെ അശ്ലീലാംഗ്യം കാണിക്കുന്നത്, അശ്ലീലാംഗ്യം കാണിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് റെക്കോർഡ് ചെയ്ത് വെച്ചാണോ? അല്ല, മാധു കുറേ ചോദിക്കുന്നുണ്ട്, ഇതിനുള്ള മറുപടി കേൾക്കാനുള്ള ക്ഷമ നിങ്ങൾ കാണിക്കൂ. ഇതിനകത്ത് എന്താണ് പറയുന്നത്? ഇവിടെ നിന്നുകൊണ്ട് പറയുന്നത്, നിങ്ങൾ ഇതിൻ്റെ എന്തുകൊണ്ട് വിഷ്വൽ എടുത്തില്ല എന്ന് ചോദിച്ചു. ഒരു കാർ നമ്മുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് ഇവർ നമ്മളെ ആക്രമിക്കാൻ വരികയാണ്, നമ്മളെ തെറി പറയാൻ വരികയാണ്, നമ്മളോട് സംസാരിക്കാൻ വരികയാണെന്ന് പറഞ്ഞുകൊണ്ട് മുന്നിൽ ക്യാമറയും പിടിച്ച് വിഷ്വൽ റെക്കോർഡ് ചെയ്തുകൊണ്ടാണ് ഇത് ചെയ്യേണ്ടത്. നിങ്ങളുടെ കയ്യിൽ കോൺഗ്രസ്സുകാർ തന്ന വീഡിയോ നിങ്ങൾ പ്രചരിപ്പിച്ച സമയത്ത് നിങ്ങൾ എന്തുകൊണ്ട് ഇതിനകത്ത് പൈസ കൊടുക്കുന്നതിൻ്റെ വിഷ്വൽ എവിടെ എന്ന് നിങ്ങൾ ചോദിച്ചിട്ട് വേണ്ടേ നിങ്ങളിത് പ്രചരിപ്പിക്കാൻ? നിങ്ങൾ അതിന്റെ ആധികാരികത, ഈ പൈസ കൊടുക്കുന്നതിന്റെ ദൃശ്യം അങ്ങയുടെ ആവശ്യപ്രകാരം ഞാൻ പ്ലേ ചെയ്ത് കാണിച്ചു. അങ്ങ് പറഞ്ഞത് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുള്ളതായിരുന്നു. അങ്ങയുടെ വാദത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ശോഭാ സുരേന്ദ്രൻ അത് പറഞ്ഞ ദൃശ്യങ്ങൾ ഒരു മിനിറ്റ് പൈസ കൊടുക്കുന്നതിന്റെ പൈസ കൊടുത്തില്ലെന്ന് ശോഭാ സുരേന്ദ്രനോട് അവിടെ കൂടിയ കോൺഗ്രസ്സുകാർ പൈസ കൊടുത്തിട്ടില്ല. തുടക്കം മുതൽ ഞാൻ പറയുന്നുണ്ടല്ലോ, പൈസ കൊടുത്തിട്ടില്ല. പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥാനാർത്ഥി പറഞ്ഞു പൈസ കൊടുത്തുവെന്ന്. വെല്ലുമ്മ ആയതുകൊണ്ടാണ് പൈസ കൊടുത്തതെന്ന് പറഞ്ഞു. ഈ നാട്ടിലെ ജനങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തെളിയിക്കുന്നേ. പൈസ കൊടുത്തെന്ന് നിങ്ങളുടെ സ്ഥാനാർത്ഥി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുത്തില്ലെന്ന് തെളിയിക്കേണ്ടത്. പൈസ കൊടുത്തുവെന്ന് നിങ്ങളുടെ സ്ഥാനാർത്ഥി പറഞ്ഞാൽ കൊടുത്തില്ലെന്ന് തെളിയിക്കേണ്ടത് നിങ്ങളുടെ സ്ഥാനാർത്ഥിയുടെയും ആ സ്ഥാനാർത്ഥിയെ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെയും ബാധ്യതയാണ്. കൊടുത്തുവെന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. തർക്കമുണ്ട്, കേൾപ്പിക്കാൻ. കൊടുത്തുവെന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു പോയില്ലയോ? അല്ല, ഇത്രയും വിഷ്വല് നിങ്ങൾ ചാനലിൽ കാണിച്ച സ്ഥിതിക്ക് അവർ പൈസ കൊടുക്കുന്നതിന്റെ വിഷ്വൽ എന്താ പിന്നെ കാണിച്ചേ? അവർ പൈസ കൊടുക്കുന്നതിന് കാണിക്കുന്ന നിങ്ങള് നിങ്ങളുടെ കയ്യിൽ പൈസ കൊടുത്തു എന്ന് ചാനലുകൾ ഉൾപ്പെടെ കൊടുത്തെങ്കിൽ BJP-ക്കാർ പൈസ കൊടുത്തതിന്റെ ദൃശ്യം കാണിച്ച നിങ്ങള്. ആ വല്യമ്മ പറയുന്നു ഞങ്ങൾക്ക് പൈസ കിട്ടിയിട്ടില്ലെന്ന്. നിങ്ങളുടെ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ പൈസ കൊടുത്തു, അത് വെല്ലുമ്മ ആയതുകൊണ്ടാണ് കൊടുത്തത് എന്ന് പറയുന്നത് ഞാൻ ഈ കേരളം മുഴുവൻ കാണാൻ പാകത്തിൽ അങ്ങ് അത് നിഷേധിച്ചതിന്റെ പിന്നാലെ ഈ ചർച്ചയിൽ കാണിച്ചു. അത് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? അങ്ങ് നിഷേധിച്ചതാണ് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന്. അത് നിഷേധിക്കാൻ ഇനി പറ്റുമോ? അല്ല, അങ്ങ് പറഞ്ഞ കാര്യങ്ങൾ മാത്രം കേൾക്കാനല്ലോ മനുഷ്യർക്ക് ഇരിക്കുന്നത്. അല്ല, BJP-ക്കാർ ഈ പണം കൊടുത്തു എന്ന് സമ്മതിക്കുന്ന തരത്തിൽ സമ്മതിക്കുന്ന പ്രസ്താവന നടത്തുമെന്ന് മനുഷ്യന്മാർ വിശ്വസിക്കണോ? അജണ്ടയ്ക്ക് മറുപടി പറയാനല്ല ഞാനിവിടെ. അല്ല, നിങ്ങളുടെ അജണ്ടയാണ് കേട്ടോണ്ടിരിക്കുന്നത്. നിങ്ങളുടെ സ്ഥാനാർത്ഥി പറഞ്ഞു പണം കൊടുത്തുവെന്ന്, നിങ്ങൾ പറയുന്നു പണം കൊടുത്തില്ല എന്ന്. നിങ്ങളുടെ സ്ഥാനാർത്ഥി പറഞ്ഞു പണം കൊടുത്തുവെന്ന്, നിങ്ങൾ പറഞ്ഞു പണം കൊടുത്തില്ല എന്ന്. ഇതെന്ത് വെള്ളരിക്കപ്പെടണമാണിത്? നിങ്ങളുടെ സ്ഥാനാർത്ഥി പറഞ്ഞു പണം കൊടുത്തു എന്ന്, നിങ്ങൾ പറയുന്നു പണം കൊടുത്തില്ല എന്ന്. മാധുവിന്റെ നറേറ്റീവിന് മറുപടി പറയാനല്ല. നറേറ്റീവ് ഒന്നുമില്ല, ഇതിൽ നറേറ്റീവ് ഒന്നുമില്ല. ഇത് വളരെ പ്രകടമായ ഒരു കാര്യമാണ്. നിങ്ങളുടെ സ്ഥാനാർത്ഥി പറഞ്ഞു പണം കൊടുത്തു എന്ന്, നിങ്ങൾ പറയുന്നു പണം കൊടുത്തില്ല എന്ന്. അത് കാണിക്കാൻ എന്നെ വെല്ലുവിളിച്ചു, ഞാൻ കാണിച്ചു കൊടുത്തു. ശരി, വളരെ നന്ദി. ശ്രീ പ്രശാന്ത് ശിവൻ, പ്രൊഡ്യൂസർ ദൃശ്യങ്ങൾ ഒന്നുകൂടി കാണിക്കൂ. ദൃശ്യങ്ങൾ ഒന്നുകൂടി കാണിക്കൂ. ഇത് എവിടെയും എത്താത്തൊരു തർക്കമാണ്. അത് നമുക്ക് അവസാനിപ്പിക്കാം. പൈസ കൊടുത്തതിന്റെ ദൃശ്യം കാണിച്ചേ. പൈസ കൊടുത്ത് ഞാൻ പൈസ കൊടുത്തിട്ട് മോശം കാൻഡിഡേറ്റിൽ പോയിട്ട് പൈസ കൊടുത്തിട്ട് മോശം. പൈസ കൊടുത്ത് ഞാൻ പൈസ കൊടുത്തിട്ട് മോശം. കാൻഡിഡേറ്റിൽ പോയിട്ട് പൈസ കൊടുത്തിട്ട് മോശം. ഈ പൈസ കൊടുക്കുന്നത് മോശമല്ലേ എന്ന് ചോദിക്കുന്നതാണ് നേരത്തെ പ്രശാന്ത് ശിവൻ പറഞ്ഞ എന്തായിരുന്നു 2 വാക്കുകൾ, തെറിയും പുലഭ്യവും. പൈസ കൊടുക്കുന്നത് മോശമല്ലേ എന്ന് ചോദിക്കുന്നതാണ് തെറിയും പുലഭ്യവും. അത് BJP-യുടെ സ്ഥാനാർത്ഥി പറയുന്നതാണ് പ്രേക്ഷകർ വീണ്ടും പച്ചയ്ക്കു കേട്ടത്. അതിനെയാണ് അദ്ദേഹം ഈ ചർച്ചയിൽ നിഷേധിച്ചത്. ഇപ്പോഴും അതായത് സ്ഥാനാർത്ഥി പൈസ കൊടുത്തു എന്നത് കമ്മിറ്റ് ചെയ്തിരിക്കുന്നു, വെല്ലുമ്മ ആയതുകൊണ്ടാണ് കൊടുത്തതെന്ന് പറയുന്നു. അങ്ങനെ ഒരു സംസാരം ഉണ്ടായിട്ടില്ല എന്ന് ആദ്യം പറയുന്നു, പൈസ കൊടുത്തിട്ടില്ല എന്ന് ഇപ്പോൾ പറയുന്നു. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വളരെ ചുരുങ്ങിയ വാക്കുകൾ പറയാം ശ്രീ പ്രശാന്ത് ശിവൻ. അല്ല, ഇതിനകത്ത് 2 കാര്യം എനിക്ക് പറയാനുള്ളൂ. നിങ്ങളുടെ കയ്യിൽ ചാനലുകളുടെ ഉൾപ്പെടെ കോൺഗ്രസ്സുകാരുടെ കയ്യിൽ ഉൾപ്പെടെ
പൈസ കൊടുക്കുന്നതിന്റെ ദൃശ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അത് പുറത്തുവിടൂ. ഇത്രയും ദൃശ്യങ്ങൾ പുറത്തുവിട്ടിട്ട് എന്താ അത് കിട്ടാത്ത? ശരി, വളരെ രണ്ട്, നന്ദി. ശ്രീ പൈസ പ്രശാന്ത് ഞങ്ങളോട് തന്നിട്ടില്ല എന്ന് ആ വല്യമ്മ തന്നെ പറയുന്ന അങ്ങടക്കം സ്ഥിതിക്ക് പൈസ തന്നു എന്ന് വരുത്തി തീർക്കുന്നത് നിങ്ങളുടെ അജണ്ടയാണ്. ദീർഘമായ 21 മിനിറ്റുകൾ ഞാനും അങ്ങയുമായി സംസാരിച്ചിരിക്കുന്നു. അങ്ങയുടെ സ്ഥാനാർത്ഥി പണം കൊടുത്തു, അത് വല്യമ്മയായതുകൊണ്ടാണ് എന്ന് പറയുന്നതിന്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്കെങ്കിലും മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ഇനി കൈവെള്ളയിൽ വെച്ച് കൊടുക്കുന്നത് അമ്മ വെച്ചോളൂ എന്ന് പറയുന്ന ദൃശ്യങ്ങളും ശബ്ദവും അടക്കം കൊടുക്കാനുള്ള സാങ്കേതിക വിദ്യ ഉണ്ടായിട്ടില്ല എന്നതിനാൽ ഞാൻ അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു. വളരെയധികം നന്ദി ഞങ്ങളോടൊപ്പം ചർച്ചയിൽ ചേർന്നതിന്. Debate with Madhu Saji.